അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് സൂറത്തുൽ കൗസർ, സമൃദ്ധി എന്ന അർത്ഥമുള്ള കൗസർ സൂറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നാണ് ഇത്. മക്കിയായ ഈ സൂറയിൽ 3 സൂക്തങ്ങളാണ് അടങ്ങുന്നത്. പ്രബോധന രംഗത്ത് പലവിധ പ്രതിബന്ധങ്ങളും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാശ്വാസത്തിൻ്റെ ഒരു തെളിനീര് പകർന്ന അധ്യായമാണിത്. നബിക്ക് വ്യക്തിഗതമായി ഉണ്ടാകുന്ന മാനുഷികമായ ക്ലേശങ്ങൾ വരെ ശത്രുക്കൾ വലിയ ആയുധമാക്കി എടുക്കുകയും അതുപയോഗിച്ച് നബിയെ അപഹസിക്കാനും പരിഹസിക്കാനും വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. നബിയുടെ സീമന്തപുത്രനായിരുന്ന കാസിം ആദ്യം മരണപ്പെട്ടു. പിന്നീട് മറ്റൊരു മകനായ അബ്ദുള്ളയും മരണപ്പെട്ടു. ഇത് സംബന്ധിയായിട്ട് ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആസ് ബിൻ വായിൽ പറഞ്ഞിട്ടുള്ള വാചകം ഇങ്ങനെയായിരുന്നു: ഇന്ന മുഹമ്മദൻ അബ്തറ ലാ ഇബ്ന ലഹു യഖൂമു മഖാമഹു ബഅദഹു. മുഹമ്മദ് വേരറ്റവനാണ്, അവൻ്റെ പിൽക്കാലത്ത് തൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മകന് അവന് ഇല്ല. ഫൈദ മാത്ത ഇൻകത്ത ദിക്റുഹു വസ്തർഹമ മിൻഹു. അവൻ മരിക്കുന്നതോടെ ഈ ലോകത്ത് നിന്ന് അവൻ്റെ പേര് മാഞ്ഞു പോകും, നിങ്ങൾ അവൻ്റെ ശല്യത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യും. നബിയുടെ 2ാമത്തെ പുത്രൻ മരണപ്പെട്ടപ്പോൾ നബിയുടെ പിതൃവ്യനും അയൽവാസിയുമൊക്കെ ആയിരുന്ന, എന്നാൽ അവിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ നബിയുടെ എതിരാളിയുമായിരുന്ന അബൂലഹബ് ഓടിച്ചെന്ന് മുശ്രിക്കുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. അത് ഒരാളുടെ കുടുംബത്തിലുണ്ടാകുന്ന വ്യക്തിഗതമായിട്ടുള്ള സങ്കടങ്ങളെ പോലും വളരെ മോശമായ രീതിയിൽ പ്രതിയോഗിയെ ആക്രമിക്കാനുള്ള ആയുധമാക്കി മാറ്റുന്ന തരത്തിലുള്ള തരംതാണ ഒരു നിലപാടാണ് അബൂലഹബ് സ്വീകരിച്ചത്. അയാൾ ചെന്ന് പറഞ്ഞു, ബത്തറ മുഹമ്മദുൻ ലൈല, മുഹമ്മദ് ഈ രാത്രി കുറ്റിയറ്റവനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്തരം നികൃഷ്ടമായ വാക്കുകളുടെ നാളുകളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കടന്നുപോയിരുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ ആശ്വാസത്തിൻ്റെ തെളിനീരായി ഈ സൂറ അവതീർണമായി. ലോകത്തൊരു മനുഷ്യനും ഒരു കാലത്തും നൽകിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ കേദാരങ്ങൾ അദ്ദേഹത്തിന് നൽകുമെന്നാണ് ഈ സൂറയിലൂടെ അറിയിക്കുന്നത്. നബിയുടെ കീർത്തി ലോകാവസാനം വരെ നിലനിൽക്കുമെന്നും ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ശത്രുക്കൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുമെന്നും ഈ സൂറ പ്രഖ്യാപിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ കൗതുകകരമായ ഒരു സവിശേഷത ഇമാം റാസി ചൂണ്ടിക്കാട്ടുന്നത്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ അധ്യായം മുൻ അധ്യായത്തിൻ്റെ നേരെ എതിർസ്ഥാനത്ത് നിൽക്കുന്നു. കപടവിശ്വാസിയുടെ 4 ദോഷങ്ങളാണ് മുൻ അധ്യായത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. സൂറത്തുൽ മാഊനിൽ ഒന്നാമത്തേത് അനാഥയെ പുറന്തള്ളുന്നതിനും അഗതിക്ക് ആഹാരം നൽകുന്നതിന് പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ലുബ്ദ്. 2ാമത്തെ നമസ്കാരം ഉപേക്ഷിക്കൽ. 3ാമത്തെ ആളുകളെ കാണിക്കാൻ വേണ്ടി അത് നിർവഹിക്കൽ. 4ാമത്തേത് ചെറിയ പരോപകാരങ്ങൾ പോലും ചെയ്യാതിരിക്കൽ. ഈ സൂറയിൽ ഇതിന് നേർ വിപരീതമായി 4 സദ്ഗുണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1, ലുബ്ദിന് പകരം സമൃദ്ധി, അതിനാൽ ലുബ്ധനാകരുതെന്ന് സാരം. 2, നമസ്കാരത്തിലെ നിഷ്ഠ. 3ാമത്തെ ആളുകളെ കാണിക്കാൻ വേണ്ടി ആകരുത്. 4ാമത്തെ രക്ഷിതാവിന് വേണ്ടി മാത്രമായിരിക്കണമെന്നർത്ഥം. 4ാമത്തേത് പരോപകാരങ്ങൾ തടയുകയില്ല, ബലിയേർക്കുകയും മറ്റുള്ളവരെ ഊട്ടുകയും ചെയ്യണം. അതോടൊപ്പം ഈ അധ്യായം മുൻ അധ്യായങ്ങളുടെ ഒരു പൂർത്തീകരണം പോലെ അനുഭവപ്പെടുമെന്നും അവയുടെ ഉള്ളടക്കത്തെ മുൻനിർത്തി ഇമാം റാസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറയുടെ പദവിശകലനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഇതിലുള്ള പദവിന്യാസം നോക്കിയാൽ, ഇന്ന അഅ്തൈനാകൽ കൗസർ, ഇന്ന അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. അൽ കൗസർ, ധാരാളം നേട്ടം, അഥവാ ഹൗലുൽ കൗസർ നൽകിയിട്ടുണ്ട് എന്നും അർത്ഥം.
ഫസല്ലി ആകയാൽ നീ നമസ്കരിക്കുക, ലി റബ്ബിക് നിന്റെ നാഥന് വേണ്ടി, വൻഹർ നീ ബലിയർപ്പിക്കുകയും ചെയ്യുക, ഇന്ന ഷാനിയക്ക തീർച്ചയായും നിന്നോട് ശത്രുതയുള്ളവൻ, ഹുവ അവൻ തന്നെയാണ്, അൽ അബ്തർ കുലം മുടിഞ്ഞവൻ അല്ലെങ്കിൽ വാലറ്റവൻ. ഇതാണ് ഈ സൂറയുടെ പദങ്ങളുടെ വിശകലനം. ഇന്ന അത്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ഫസ്വല്ലി റബ്ബിക വൻഹർ അതിനാൽ നിന്റെ നാഥനെ നമസ്കരിക്കുക, അവന് ബലിയർപ്പിക്കുക. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ തീർച്ചയായും നിന്നോട് ശത്രുതയുള്ളവൻ തന്നെയാണ് കുലം മുടിഞ്ഞവൻ. ഇതിൽ അൽ കൗസർ എന്ന പദത്തെ സംബന്ധിച്ച് നിരവധി വ്യാഖ്യാനങ്ങൾ ഇമാം റാസി തൻ്റെ മഫാത്തിഹുൽ ഗൈബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ, ഉള്ളടക്കങ്ങൾ അവ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, ഇത് പ്രവാചകത്വത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇക്രിമ ഈ അഭിപ്രായക്കാരനാണ്. മറ്റൊന്ന്, ഇസ്ലാം ആണ് കൗസർ എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. മുഗീറ ഈ അഭിപ്രായം ആണ് മുഗീറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്. സ്വർഗത്തിലെ ഒരു നദിയുടെ പേരാണ് എന്നുള്ളതാണ്. ഇബ്നു ഉമർ, അനസ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഈ അഭിപ്രായം ഉദ്ധരിക്കപ്പെടുന്നു. അത് സ്വർഗത്തിലെ ഒരു തടാകമാണ്, അന്ത്യനാളിൽ ജനങ്ങൾ അതിന് ചുറ്റിനും ഒരുമിച്ച് കൂടും. അതാ ഈ അഭിപ്രായക്കാരനാണ്. ധാരാളം നേട്ടങ്ങൾ എന്നുള്ളതാണ് ഇബ്നു അബ്ബാസ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അനുയായികളുടെ ആധിക്യം എന്നാണ് അബൂബക്കർ ബിൻ അയ്യാഷ് പറഞ്ഞിട്ടുള്ളത്. ആദരവ് എന്നാണ് ഇബ്നു കൈസാനിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. സൽകീർത്തി അത് ആധിക്യത്തെ കുറിക്കുന്ന പിന്നെ രൂപത്തിലുള്ള പദമാണ് എന്നാണ്. കൗസർ എന്നുള്ള ഫൗഅൽ എന്ന രൂപത്തിലുള്ള പദമാണ് എന്ന് അത് ആധിക്യത്തെ കുറിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അന്നൊക്കത്തു വൽ ഉയൂൻ എന്ന തഫ്സീറിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. എല്ലാ വീക്ഷണങ്ങളുടെയും സാരസംഗ്രഹം എന്നുള്ള നിലക്ക് ഇബ്നു കസീർ ഉദ്ധരിച്ച അഭിപ്രായവും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത്, ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയാണ്, അൻ ഇബ്നു അബ്ബാസിൻ ഖാല അൽ കൗസർ അൽ ഖൈറുൽ കസീർ. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അൽ കൗസർ എന്നാൽ ധാരാളം നേട്ടങ്ങൾ. അത് തഫ്സീർ യഉമ്മു അൻ-നഹർ വ ഗൈറുഹു. ഈ വ്യാഖ്യാനം ഈ സ്വർഗത്തിലെ അരുവിയെ സംബന്ധിച്ചും അതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അൽ കൗസർ അതുപോലെ തന്നെ ലിയന്നൽ കൗസർ മിനൽ കസറ, കൗസർ എന്നുള്ള ആധിക്യത്തിൽ എന്നുള്ളതാണ്. ഹു അൽ ഖൈറുൽ കസീർ അതായത് എല്ലാ നേട്ടങ്ങളും തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൗസർ എന്ന വാക്കിൻ്റെ സാരവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും കൂട്ടങ്ങളെ അൽ കൗസർ കുറിക്കുന്നു. അതോടൊപ്പം ഇനി ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിലെ ആരാമത്തെപ്പറ്റിയും സ്വർഗത്തിലെ ആരാമത്തിലുണ്ടാകുന്ന പ്രവാചക തിരുമേനിക്ക് ഇതിനെ പ്രത്യേകമായി ലഭ്യമാക്കുന്ന ഹൗദുൽ കൗസറിനെ പറ്റിയും ഒക്കെ ആണ് ഇതിൻ്റെ ആശയങ്ങളിൽ വരുന്നത്. അൽ അബ്തർ എന്ന വാക്കിനെ പറ്റി ഇമാം റാസി തൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ച അഭിപ്രായങ്ങളും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നതിൻ്റെ സാരം ഇങ്ങനെയാണ്: ആൺമക്കൾ മരണപ്പെട്ടാൽ അയാളെ കുലം മുടിഞ്ഞു എന്ന് ഖുറൈശികൾ പറയാറുണ്ടായിരുന്നു. അതുപോലെ പ്രവാചകന്റെ മക്കളായ കാസിമും അബ്ദുള്ളയും മക്കയിലും ഇബ്രാഹിം മദീനയിലും നിര്യാതരായപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ കുലം മുടിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി അവൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ ആരുമില്ല. അള്ളാഹു ഈ വിശേഷണം അദ്ദേഹത്തിൻ്റെ ശിശുവിൻ്റെ ചാർത്തി നൽകി. ആ നിഷേധികളുടെ കുലം മുടിഞ്ഞു പോകുന്നതാണ് നാം പിന്നീട് കാണുന്നത്. നബിയുടെ അനന്തര തലമുറ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു അന്ത്യനാൾ വരെ. 2, അബ്തർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഗതി പിടിക്കാതെ പോകുമെന്നാണെന്ന് ഹസൻ റളിയല്ലാഹു പറയുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കാണ് അപ്രകാരമുള്ള ഗതി വന്നു ചേരുക എന്ന് അള്ളാഹു വ്യക്തമാക്കി. അങ്ങനെ പറഞ്ഞവർ തോറ്റു തുന്നം പാടി പിന്തിരിഞ്ഞോടുന്നവരായി തീർന്നു. ഇസ്ലാമിൻ്റെ കൊടിക്കൂറ ഉയരത്തിൽ പാറിപ്പറക്കുന്നതായി തീർന്നു. കിഴക്കും പടിഞ്ഞാറും അതിൻ്റെ അധീനതയിൽ വന്നു ചേർന്നു. മഫാത്തിഹുൽ ഗൈബ് 32-ാം വാള്യം 133-ാം പേജ് ഈ കാര്യം വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബ്തർ എന്നുള്ള പ്രയോഗവും കൗസർ എന്നുള്ള പ്രയോഗവുമാണ് ഈ സൂറയിൽ പ്രത്യേകമായി നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ട 2 പദപ്രയോഗങ്ങൾ. ഇതിൻ്റെ ആശയത്തിലേക്ക് നമ്മൾ കടന്നാൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭൂമികയിൽ തീവ്രയത്നങ്ങൾ നടത്തി മുന്നേറുന്ന പ്രവാചകനെ നാം കാണുന്നു. പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താനാവാത്ത ശത്രുക്കൾ പ്രവാചകനും അനുയായികൾക്കും അതിൽ കടുത്ത ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം വ്യക്തിഹത്യയും കായിക ആക്രമണങ്ങളും നടത്തുന്നു. നബിക്കുണ്ടാവുന്ന ഏതുതരം പരീക്ഷണങ്ങളെയും ഇസ്ലാമിക പ്രബോധനത്തെ തളർത്താനുള്ള വജ്രായുധങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു. അബൂജഹലും അബൂലഹബും അതിൽ മുമ്പിൽ നിൽക്കുന്നവരാണ്. നബിയുടെ പ്രിയപുത്രന്മാർ മരണപ്പെട്ട സന്ദർഭം ഉപയോഗപ്പെടുത്തി നബിയെ മാനസികമായി തളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് നബി കുലം മുടിഞ്ഞവനാണെന്ന് അപഹസിക്കുകയും നബിയുടെ പ്രസ്ഥാനം നബിയോടുകൂടി അസ്തമിക്കുമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രചാരണങ്ങൾക്കിടയിൽ മനോവ്യത അനുഭവിക്കുന്ന പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയതും നൽകാൻ പോകുന്നതുമായ ദുനിയാവിലെയും ആഖിറത്തിലെയും
നിരവധി നേട്ടങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയും പ്രവചിക്കുകയും ചെയ്യുകയാണ് ഈ സൂറ. ദുനിയാവിൽ നിന്റെ എതിരാളികൾ അപ്രസക്തരും ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുന്നവരുമായി തീരുമെന്നും നിന്റെ യശസ്സും പ്രശസ്തിയും വാനോളം ഉയർത്തുമെന്നും നീ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന്റെ അജയ്യത അമരമായി തീരുമെന്നും പ്രവചിക്കുന്നു. ആഖിറത്തിൽ അനന്യമായ ഹൗദുൽ കൗസർ എന്ന സ്വർഗീയ തടാകം നിനക്കേകുമെന്നും സുവിശേഷം അറിയിക്കുന്നു. അതിനാൽ നീ ശത്രുക്കളുടെ ആരോപണങ്ങൾക്കും ആക്ഷേപശരങ്ങൾക്കും മുമ്പിൽ തളരാതെ ആരാധനാ നിമഗ്നനാവുക. ബലിദാനത്തിലൂടെ സൃഷ്ടാവിന്റെ തൃപ്തദാസനായി തീരുക. ഏതൊരു സത്യവിശ്വാസിയും ഇപ്രകാരമുള്ള ആക്ഷേപഹാസ്യങ്ങൾക്ക് മുമ്പിൽ തളരാതെ മുന്നോട്ട് പോകുന്നവനായിരിക്കണമെന്ന സന്ദേശം വ്യംഗ്യമായി വിശ്വാസി വൃന്ദത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൂറത്ത്. സത്യം പുലരും, അസത്യം തകരും, ആക്ഷേപകർ തകർന്നടിയും, ആക്ഷേപിക്കപ്പെട്ടവർ നിലനിൽക്കുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അചഞ്ചലമായി കുടികൊള്ളാൻ കരുത്തു നേടണമെന്നുള്ള സന്ദേശമാണ് ഈ സൂറ നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. അഥവാ സത്യത്തിൻ്റെ പ്രബോധകരായി, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ പ്രചാരകരായി കുടികൊള്ളുമ്പോൾ എതിരാളികൾ വ്യക്തിഗതമായ ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമൊക്കെ നമുക്കെതിൽ ഉയർത്തുമെന്നും എന്നാൽ അവയെ വളരെയേറെ സംയമനത്തോടുകൂടെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഒരിക്കലും നിങ്ങളെ തകർക്കാനോ പൂർണ്ണമായി നശിപ്പിക്കാനോ ശത്രുക്കൾക്ക് സാധ്യമല്ലെന്നുമുള്ള സുവിശേഷവും സന്തോഷവൃത്താന്തവുമാണ് ഈ സൂറ മുന്നോട്ട് വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തിയുമായി ബന്ധപ്പെട്ട് ഈ സൂറക്ക് മുമ്പുള്ള സൂറകളിൽ നബിക്ക് അള്ളാഹു നൽകുന്ന സമാശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണമാണ് ഇതിലെ പ്രതിപാദത്തിലൂടെ വെളിവാകുന്നത്. സൂറ അൽ-ലുഹയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലില്ലാഹിറത്തി ഖൈറുൽ ലക മിനൽ ഊല, നിശ്ചയം നിന്റെ പിൽക്കാലം മുൻകാലത്തേക്കാൾ വിശിഷ്ടമാകുന്നു. നിനക്ക് വരാൻ പോകുന്ന കാലം കുറെ കൂടി വിശിഷ്ടമാകുന്നു. വലസൗഫ യുതീക റബ്ബുക ഫതർള, അടുത്ത് നിന്റെ റബ്ബ് നീ സന്തുഷ്ടനാകുന്ന ചില നിനക്ക് നൽകുന്നുണ്ട് എന്ന് സൂറ ലുഹ 4-5 വാക്യങ്ങളിൽ പറയുന്നു. സൂറ ഇൻഷിറാഹിൽ അള്ളാഹു വ്യക്തമാക്കി, ബറഫഅനാ ലക ദിക്റക, നാം നിന്റെ കീർത്തി ഉയർത്തിയിരിക്കുന്നു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന മഅൽ ഉസ്രി യുസ്റ, നിശ്ചയം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. സൂറ ഇൻഷിറാഹ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ച കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി ലോകമൊട്ടുക്കും അല്ലാഹു ഉയർത്തി. ഭൂമിയിൽ എല്ലാ നിമിഷങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിക്കുന്ന ബാങ്ക് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തുടങ്ങി വീണ്ടും അഫ്ഗാനിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന രീതിയിൽ ഭൂമിയിൽ നിരന്തരമായി ഒരു ഭാഗത്ത് സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, അതുപോലെ സുബഹിൻ്റെ തന്നെ തുടർച്ച, ഇങ്ങനെ ഭൂമിയിൽ മുഴുക്കെ ബാങ്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന നബിയുടെ പേര് ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അബൂലഹബിൻ്റെയും അബൂജഹലിൻ്റെയും കീർത്തിയും പ്രശസ്തിയുമെല്ലാം ആ മരുഭൂമിയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഈ കാര്യമാണ് ഈ സൂറയുടെ സന്ദേശങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഹൗദുൽ കൗസർ എന്നുള്ളതിനെപ്പറ്റി, നബിക്ക് അല്ലാഹു അന്ത്യനാളിൽ നൽകുന്ന ഹൗദുൽ കൗസറിനെ പറ്റി സംബന്ധിച്ച പരാമർശങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവയിൽ ചിലത് ഇവിടെ ചേർത്ത് മനസ്സിലാക്കുന്നത് കരണീയമാണ്. ഇന്നി ഫറത്തുൽ ലക്കും വഅന ഷഹീദുൻ അലൈക്കും വഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദില്ലാൻ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ എത്തും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാകും. വഅന ഷഹീദുൻ അലൈക്കും വഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദില്ലാൻ, അള്ളാഹുവാണ്, ഞാൻ ഇപ്പോഴേ എൻ്റെ ആ തടാകം എൻ്റെ കൺമുമ്പിൽ കാണുന്നുണ്ട്. ബുഖാരി 1258. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള പരാമർശമാണത്. അതുപോലെ കൗസർ സ്വർഗത്തിലെ ഒരു നദിയാകുന്നുവെന്ന്, അൽ കൗസർ നഹറും ഫിൽ ജന്ന ഹാഫിതാഹു മിൻ ദഹബ്, അതിൻ്റെ തീരങ്ങൾ കനകം കൊണ്ടാകുന്നു എന്നും, അതുപോലെ മജ്റാഹു അല ദുരി വൽ യാഖൂത്ത് തുരിബത്തുഹു അത്യബു മിനൽ മിസ്ക്, അത് രത്നങ്ങൾക്കും മുത്തുകൾക്കും മീതെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നും, അതിലെ മണ്ണിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകുമെന്നും, വമാഉഹു അഹ്ലാ മിനൽ അസിൽ, അതിലെ വെള്ളം തേനിനേക്കാൾ മധുരിക്കുന്നതാകുന്നുവെന്നും, വാബിയതു മിന സൽജ്, മഞ്ഞിനേക്കാൾ ധവളവുമാണത് എന്നും വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തിർമിദി നിവേദനം ചെയ്തിട്ടുള്ള 3254 നമ്പർ ഹദീസിലുണ്ട്. അതുപോലെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഹൗദുൽ കൗസറിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ദീനിൽ ബിദഅത്തുകൾ കടത്തിക്കൂട്ടുന്നവരെ പറ്റി വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. അതിൽ പറയുന്ന, അറിവിൻ, ഞാൻ നിങ്ങളെക്കാൾ മുമ്പേ ഹൗദിനരികിലെത്തും. അലാ വൈന്നി ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ നിങ്ങളെക്കാൾ മുമ്പ് ആ ഹൗദിൻ്റെ അരികിൽ എത്തിച്ചേരും.
വ അക്കാത്തിർ ബിക്കുമുൽ ഉമം, മറ്റു സമുദായങ്ങളെ വെച്ച് നിങ്ങളുടെ പെരുപ്പറ്റത്തിൽ ഞാൻ ഊറ്റം കൊള്ളും. എന്നിട്ട് നബി പറയും, അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖം കറുപ്പിക്കരുതേ. ഫലാ തസബ്ബിദു വജ്ഹി, നിങ്ങൾ എൻ്റെ മുഖം കറുപ്പിക്കരുതേ. അറിയുവിൻ, ചില ആളുകളെ ഞാൻ അകറ്റുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല വ ഇന്നി മുസ്തൻഖിദുൻ ഉനാസൻ, ചില ജനങ്ങളെ മുസ്തൻഖിദും ഇന്നി ഉനാസുൻ, ഞാൻ ചില ആളുകളെ ഞാൻ അകറ്റുന്നതാണ്, ചില ആളുകൾ എന്നിൽ നിന്ന് അകറ്റപ്പെടുന്നതുമാകുന്നു. അപ്പോൾ ഞാൻ പറയും, നാദാ ഇവരെൻ്റെ അനുചരന്മാരാണല്ലോ എന്ന്. യാ റബ്ബ് അസ്ഹാബി എന്ന് പറയും. അപ്പോൾ അവൻ അള്ളാഹു മറുപടി പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബാദക്, നീ അറിയുന്നില്ല നിനക്ക് ശേഷം ഇവർ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ദീനിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ദീനിൽ ബിദഅത്ത് ചേർക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി ഈ ഹൗദിനരികെ നിന്നുകൊണ്ട് പറയുന്ന കാര്യത്തെ ഈ ഹദീസിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ഇത് ഇബ്നു മാജ 3048 നമ്പറായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിൽ ഈ കാര്യവും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഹൗദുൽ കൗസർ എന്നുള്ളതിൻ്റെ പ്രസക്തിയും പ്രാധാന്യത്തെയും അതിൻ്റെ മഹത്വത്തെയും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളുമാണ് ഈ ഹദീസുകളിലെല്ലാം വന്നിട്ടുള്ളത്. അതോടൊപ്പം അൽ കൗസർ എന്നുള്ളത് എല്ലാവിധ നേട്ടങ്ങളെയും കുറിക്കുന്ന പദപ്രയോഗവുമാണ്. അതുപോലെ മറ്റൊരു ആയത്തിൽ സൂറ അൻആം 162 163 ഇവിടെ നമസ്കാരത്തെയും ഫസ്വല്ലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരവും ബലിയുമെല്ലാം അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഇതിനെപ്പറ്റിയെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്നാണ് ഖുർആൻ ഈ സൂറ അൻആമിലെ ആയത്തിൽ പറയുന്നത്. കുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നബിയെ പ്രഖ്യാപിക്കുക, എൻ്റെ നമസ്കാരവും ബലിയും ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക ലഹു, അവൻ്റെ പങ്കാളികളാരുമില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, അതാണ് ഞാൻ ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ അവന് സമർപ്പിച്ചവരിൽ ഒന്നാമനാകുന്നു. ഇപ്രകാരം അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുമെന്നും പ്രത്യേകിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരാളികൾ ചാർത്തിക്കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുമെന്നും അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമസ്കാരം നിലനിർത്തുകയും ബലിയർപ്പിക്കുകയും മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ ഭക്ഷണം കൊടുക്കുകയും ബലിയുടെ ദാനം നടത്തുകയും ഒക്കെ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സൂറയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ഏതൊരാൾക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ള സുവിശേഷമാണ് ഈ സൂറയിൽ അടങ്ങുന്നത്. അതിനാൽ തന്നെ ഇന്നമാൽ ഒസരി യുസ്ര എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതിൻ്റെ പിന്നാലെ ഒരെളുപ്പവും ലാഘവത്വവും ഉണ്ടാകും എന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടെ വിശ്വാസത്തിൻ്റെ തെളിമയുടെ മാർഗത്തിൽ ദീനിൻ്റെ വഴികളിൽ പണിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം നമസ്കാരവും ബലിയുമൊക്കെ നിലനിർത്തുക എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട് എന്ന കാര്യവും ഈ സൂറ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഈ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.